മഴക്കാലത്ത് താവക്കര യൂണിവേഴ്സിറ്റി പരിസരം വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിക്ക് ശാശ്വത പരിഹാരം കാണാൻ പുതിയ ഡ്രൈനേജ് സംവിധാനം വരുന്നു. സംസ്ഥാന ബജറ്റിൽ ഇതിനായി 4,25,00,000 രൂപ വകയിരുത്തി. താവക്കര നിവാസികൾ ഏറെക്കാലമായി അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമാകുമെന്ന് മുൻ കൗൺസിലർ സുരേഷ് ബാബു എളയാവൂർ പറഞ്ഞു. കൗൺസിലർ എന്ന നിലയിൽ നിരന്തരം ആവശ്യപ്പെട്ട വിഷയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഇടപെടൽ കൂടിയായതോടെയാണ് പരിഹാരമുണ്ടായത്. കണ്ണൂർ താവക്കര യൂണിവേഴ്സിറ്റിക്ക് മുന്നിലെ ഈ വെള്ളക്കെട്ട് കഴിഞ്ഞ മഴക്കാലത്തെ ദൃശ്യങ്ങളാണ്. ഒരു പ്രദേശമാകെ ഒറ്റപ്പെട്ടുപോയ സ്ഥിതി. കണ്ണൂർ കോർപ്പറേഷൻ അധികൃതരും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളെ തുടർന്നാണ് പരിസരത്തു നിന്നും പ്രദേശവാസികളെ രക്ഷപ്പെടുത്തിയത്. മുൻ വർഷങ്ങളിൽ ഈ പ്രശ്നം അത്ര രൂക്ഷമായിരുന്നില്ല. കൗൺസിലറായിരുന്ന സുരേഷ് ബാബു എളയാവൂരിന്റെ ഇടപെടലിനെ തുടർന്ന് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമാവുകയും ഓവുചാലുകളിലെ മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രതിസന്ധി ഒഴിഞ്ഞത്. കഴിഞ്ഞ തവണയും ഈ പ്രവൃത്തി നടന്നുവെങ്കിലും ശക്തമായ മഴ പെയ്തതോടെ വെള്ളപ്പൊക്കം രൂക്ഷമാവുകയാണുണ്ടായത്. ഇതോടെ ശാശ്വത പരിഹാരത്തിനായി കൗൺസിലറായിരുന്ന സുരേഷ് ബാബു എളയാവൂർ റെയിൽവേയെയും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും സമീപിക്കുകയായിരുന്നു. അടിപ്പാത പോലെ സദാസമയവും നീരൊഴുക്കുള്ള ഒരു ഓവുചാൽ ഉണ്ടാക്കിയാൽ മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാവുക. 4,25,00,000 രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇതിനായി റെയിൽവേ ഉണ്ടാക്കിയത്. ഇത് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയത് സ്വാഗതാർഹമാണെന്ന് സുരേഷ് ബാബു എളയാവൂർ പറഞ്ഞു. താഴത്തെരുവിലെ മഴക്കാലത്തെ ഏറ്റവും രൂക്ഷമായ പ്രശ്നം വെള്ളപ്പൊക്കം മാത്രമല്ല. ആ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പല വീടുകളിൽ നിന്നും ആളുകൾക്ക് ഒഴിഞ്ഞു പോകേണ്ടി വരുന്നു, വലിയ ദുരന്തം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. മഴക്കാലക്കെടുതി വളരെ ഗുരുതരമായിരുന്നു. 6ഓളം ആളുകൾക്ക് സ്വന്തം വീട് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഒരു കൗൺസിലർ എന്ന നിലയിൽ എന്നെ വലിയ തോതിൽ വേദനപ്പെടുത്തുകയുണ്ടായി. അവിടെ ഒരു പുതിയ കൾവെട്ട് നിർമ്മിക്കുന്നതിന് കോർപ്പറേഷൻ തന്നെ ഞാൻ താല്പര്യമെടുത്തുകൊണ്ട് ഒരു നിവേദനം കൊടുക്കുകയും ആ നിവേദനത്തിന് മേലെ നമ്മുടെ റെയിൽവേ വകുപ്പ് 4,25,00,000 രൂപ എസ്റ്റിമേറ്റ് ഇട്ടുകൊണ്ട് പുതിയ കൾവെട്ട് നിർമ്മിക്കുന്നതിന് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. ബഹുമാനനായ കണ്ണൂരിൻ്റെ MLA കൂടിയായ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവர்களுമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അനുഭാവപൂർണ്ണം അത് പരിഗണിക്കുകയും ഈ വർഷത്തെ 2026 ജനുവരി 29 പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ അതിന് 4,25,00,000 രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമല്ലാത്തതായിരുന്നു ഇവിടെ വെള്ളപ്പൊക്കത്തിന് കാരണം. മാൻഹോൾ മുഴുവൻ ചെളി നിറഞ്ഞതിനാൽ വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാതായി. നേരത്തെ നിർമ്മിച്ച കൾവെട്ട് ചെറുതായിരുന്നു. പുതിയ ഡ്രൈനേജ് സംവിധാനം വരുന്നതോടെ ഈ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമാകുമെന്നും തങ്ങളുടെ ആവശ്യം കേട്ട് ഇതിനായി ഇടപെട്ട മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ അഭിനന്ദിക്കുന്നതായും സുരേഷ് ബാബു എളയാവൂർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.